അപ്പോ ട്യൂഷൻ മാസ്റ്റർ എങ്ങാണോ? ഓൾഡ് ഗെറ്റപ്പിലാണോ വീട്ടിലേക്ക് വന്നത്? എന്റെ ഫ്രണ്ടിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോ എന്റെ രണ്ടാം കല്യാണം എന്നുള്ള സ്വപ്നവും അസ്തമിച്ചു. സുമംഗലി, എന്താ ആലോചിക്കുന്നേ? എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഏയ് ഏയ് സുമംഗലി, നിക്ക്. എന്താ നീ ഒന്നും മിണ്ടാതെ പോയത്? എന്തു പറ്റി? എല്ലാം കയ്യിന്ന് പോയിന്നൊക്കെ പറയുന്നു. ആടി, നിന്റെ മോളുടെ കല്യാണം നാശാവാൻ പോവാ. ആ മാഷ് നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവനൊന്നല്ല. അവനില്ലാത്ത ചീത്ത സ്വഭാവമല്ല. കള്ളത്താടിയും വെച്ച് വയസ്സായരെ പോലെ വീട്ടിലേക്ക് വന്ന് എന്നോട് തന്നെ മോശമായിട്ട് പെരുമാറി. അവനെ കല്യാണം കഴിച്ച 2-ാം ദിവസം നിന്റെ മോള് സൂയിസൈഡ് ചെയ്യുന്നുള്ളത് കൺഫേം. നീ പറഞ്ഞ സത്യമാണോ? എങ്കി ഇപ്പൊ തന്നെ ഈ ആലോചന ക്യാൻസൽ ചെയ്തേക്കാം. നീ ഇതുവരെ റെഡി ആയില്ലേ വസു? എന്തിനാ ചേച്ചി? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അബി നീയും ഏതോ ഗെറ്റ് ടുഗദർ പാർട്ടിക്ക് പോണോന്ന് പറഞ്ഞിരുന്നതല്ലേ? എനിക്ക് പോവാൻ തോന്നുന്നില്ല ചേച്ചി. എന്തേത് വസു, ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോയി 4 ആളെ കാണണ്ടേ? ശരിയാണ് ചേച്ചി, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. മനസ്സാകെ വിഷമിച്ചിരിക്കുക. അമ്മ പറഞ്ഞത് കേട്ട് നിനക്ക് വിഷമമായോ? അങ്ങനെയൊന്നുമല്ല ചേച്ചി, എനിക്കെന്തോ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു. ആ പാർട്ടിയിൽ ഞാൻ അറ്റൻഡ് ചെയ്താ അവിടെ ഉള്ളവരുടെ സന്തോഷം കൂടി ഞാൻ നശിപ്പിക്കുന്നു തോന്നുന്നു. അത് ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത്. പാർട്ടിക്ക് പോയിക്കൂടാന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ വസു? എല്ലാം നിന്റെ ഇഷ്ടത്തിനാണോ? നീ എന്ത് വിചാരിക്കുന്നോ അതേ നടക്കുന്നാണോ? മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കില്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല അമ്മേ. പിന്നെ എന്തുകൊണ്ടാ പാർട്ടിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചത്? പാർട്ടിക്ക് പോകണമെന്ന് അഭി പറഞ്ഞതല്ലേ? അപ്പോ അഭിയുടെ വാക്കിനെ നീ മാനിക്കുന്നില്ലേ? താലി കെട്ടിയ പുരുഷനോട് നിനക്കൊരു ബഹുമാനവും ഇല്ലേ? വസുവിന് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലമ്മേ. നീ അവളെ സപ്പോർട്ട് ചെയ്യാതെ ഭാവനെ. ഇവളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാനായിട്ട് ഇത് അവളുടെ സ്വന്തം വീടൊന്നും അല്ല. ഇവളേക്കാൾ അധികാരമുള്ളവര് ഈ വീട്ടിലുണ്ട്. അത് ഇവൾക്ക് ഓർമ്മയിലുണ്ടാവണം. അങ്ങനല്ല അമ്മേ. മിണ്ടരുത്. വീട്ടിൽ വന്ന ഫ്രണ്ട്സിന്റെ മുമ്പില് എന്നെ അപമാനപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വീടിന്റെ അഭിമാനം കളഞ്ഞു. ഇപ്പൊ പാർട്ടിക്ക് പോകാതിരുന്ന ഇതെല്ലാം മാറുമെന്നാണോ? പാർട്ടിക്ക് എല്ലാവരും ഫാമിലിയോടെയാ വരുന്നത്. നീ ഇല്ലാതെ അഭി തനിച്ച് അവിടെ പാർട്ടിക്ക് ചെന്നാൽ അവന്റെ ഫ്രണ്ട്സ് അവനെ പറ്റി എന്ത് വിചാരിക്കും? കൂട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് അവൻ എന്ത് മറുപടി പറയും? അവരുടെ മുന്നില് അഭി തല കുനിക്കണോ? അപമാനപ്പെടണോ? എനിക്ക് അപമാനം ഉണ്ടായപ്പോ ഞാൻ സഹിച്ചതുപോലെ എന്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നാൽ
ഞാൻ വെറുതെ ഇരിക്കില്ല. അതും നിന്നെ കൊണ്ടാണ് അവൻ അപമാനമുണ്ടാകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ക്ഷമിക്കണം അമ്മേ, ഞാൻ അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല. ഏട്ടന്റെ കൂടെ ഞാനും പാർട്ടിക്ക് പോവാ. നീ ഒന്നിനെപ്പറ്റിയും ആലോചിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇനിയെങ്കിലും നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് ആലോചിച്ച് പ്രവർത്തിക്ക. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വീടിന്റെ അന്തസ്സും കുടുംബത്തിന്റെ അഭിമാനത്തെ പറ്റിയൊക്കെ ആലോചിക്കണം. സ്വന്തം കാര്യം മാത്രം ആലോചിക്കാതെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയും പരിഗണിക്കണം. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. Yeah, definitely. I will call you back. എന്താ അമ്മേ, എന്തോ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണെന്ന് തോന്നുന്നു. അതൊന്നുമില്ല അബി. നിങ്ങൾ പാർട്ടിക്ക് പോകാൻ തുടങ്ങുമല്ലേ, ശ്രദ്ധിച്ച് പോയിട്ട് വരണമെന്ന് അമ്മ വസുവിനോട് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. താങ്ക്സ് അമ്മേ. സേഫ് ആയിട്ട് പോയിട്ട് സേഫ് ആയിട്ട് തന്നെ തിരിച്ചു വരും. യു ഡോണ്ട് വറി. ശരി അബി. ടൈമായി, വേഗം റെഡിയാവോ വസു? ഏട്ടാ, ഏട്ടന്റെ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിനകത്ത് ഞാൻ റെഡിയാവാം. വസുന്ധര, എന്താ സംഭവിച്ച? എന്ത് സംഭവിക്കാനാ? അമ്മയെ ഏട്ടത്തെ എന്തിനാ വന്നേ? ചേച്ചി പറഞ്ഞില്ലേ, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറയാൻ വന്നതാ. അത്രേ ഉള്ളൂ? പിന്നെ വേറെന്താ ഉള്ളത്? തന്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. പാർട്ടിക്ക് വരാൻ തനിക്ക് താല്പര്യമുണ്ടോ? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടെൽ മീ. എന്നെ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഏട്ടന് താല്പര്യമുണ്ടോ? അത് ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലിയുടെ കൂടെ ഗെറ്റ് ടുഗദർ ആഘോഷിക്കുക. എൻ്റെ കൂടെ താനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ഏട്ടന്റെ കൂടെ നിൽക്കുന്നത് എപ്പോഴും ഇഷ്ടം തന്നെയാ. ശരി, എന്നാ റെഡി ആയിക്കോ. ഹലോ, യാ കമ്മിങ് ദാ വരുന്നു. സ്റ്റാർട്ട് ദ പാർട്ടി, നോ പ്രോബ്ലം. ഞങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. Roses, roses everywhere. Can I see my pretty flower right there? End of the night. Gotta go home. Getting late. Then let the beat kick in. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Gopala Govinda Krishna Hare Varadanam. Sir, cool drink. Thank you.
ഏയ് അമിത്, ഹായ് ഡാ. ഹേ രവി, ഹായ്ഡാ. ചിയേഴ്സ് ഡാ. ഏയ് എന്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആടാ. ചിയേഴ്സ് എന്തിനാടാ? ഇവിടത്തെ ലൊക്കേഷൻ മുഴുവൻ നല്ല ഹോട്ടാണടാ. ആ പെമ്പിളരെ നോക്കിയേ, എന്തുമാത്രം കളർഫുൾ ആണെന്ന്. ഇടാ, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടാ. അതുപോട്ടെ, എല്ലാരും ഫാമിലി ആയിട്ടാ വന്നിരിക്കുന്നത്. നീ മാത്രം എന്താ സിംഗിൾ ആയിട്ട് വന്നിരിക്കുന്നേ? എന്താടാ മോനെ, നിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഒരേ ഒരു ഭാര്യയല്ലടാ ഉണ്ടാകൂ. പക്ഷെ ബാച്ചിലർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ പെണ്ണും നമ്മുടെ ഭാര്യയല്ലടാ. ഇഡിയേറ്റ്, നീ എന്നാടാ ഇനി നന്നാവുന്നേ? ഡാ ഓടാ. ഏയ് അഭി വന്നടി. ഏയ് അങ്ങോട്ട് നോക്കടാ, നമ്മുടെ കോളേജ് ഹീറോ അഭിരാം വന്നിരിക്കുന്നു. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണ്, പാരിക്ഷോക്തിയായോ, തൂലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ പെണ്ണ്, ഇഷ്ടകാന്തം നീയേ, ഉള്ളിൽ കൊള്ളിച്ചാടും പൂക്കും ചന്നം പിന്നം ചടപടയോളം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. ധൃണ്യത്തോ നിന്മാരത്തോ വേടൻ തേടിയ മലനിരയോ. സൗമ്യ, ആഫ്റ്റർ വെരി ലോങ് ടൈം. യാ, അന്ന് മതി ഇന്ന് മതി. നിന്റെ ഗ്ലാമറിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നിനക്ക് പെൺകുട്ടികളുടെ പ്രപ്പോസൽസ് വരാറുണ്ടോ? സൗമ്യ, തൊട്ടടുത്ത് അബിയുടെ വൈഫ് നിപ്പുണ്ട്. കോളേജ് സമയത്ത് വലിയ സ്റ്റാർ ആയിരുന്നെന്ന് തോന്നുന്നു. ഇത്രയധികം ലേഡീസ് ഫാൻസോ? അതിനെന്താ അവിടെ നിന്നോട്ടെ. ഈ നിൽക്കുന്ന അബിയെ കോളേജ് വെച്ച് എന്റെ ക്രഷായിരുന്നു. അതിനുശേഷമല്ലേ ഇവളുടെ ഹസ്ബൻഡ് ആയത്, അല്ലേ അബി? കണ്ടോണ്ടിരിക്കണ്ടാ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ ഫേസിലെ ഗ്രേസ് കുറഞ്ഞിട്ടില്ല. കോളേജ് കാലഘട്ടത്തിൽ നീയും അഭിരാമും തമ്മിൽ നല്ല വഴക്കല്ലായിരുന്നു? അതെങ്ങനെയാടാ ഞാൻ മറക്കുന്നേ? എന്നെ തല്ലിട്ടവ ഹീറോ ആയതല്ലേ, എന്നെ അവനെന്ന് വില്ലനാക്കിയില്ലേ? അവന്റെ അടുത്ത് നിൽക്കുന്നത് അവന്റെ രണ്ടാം ഭാര്യ തന്നെയല്ലേ? അതേടാ, വസുന്ധര എന്നാ പേര്. ആ അഭിരാം ശരിക്കും ഭാഗ്യമുള്ളവനാടാ. നല്ല സൂപ്പർ ഫിഗറാണടാ. എന്താടാ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? അഭി എങ്ങാനും കേട്ടാ നിന്നെ കൊന്നുകളയും. വാ പോയി പരിചയപ്പെടാം. ഹായ്. Hey, hi. Hi, Ravi. My wife. ഹായ്ഡാ. Hey, അമിത്. എന്തൊക്കെയുണ്ടാ? കോളേജിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ മറന്നോ അതോ ഇപ്പോഴും മനസ്സിലുണ്ടോ? മറന്നിട്ടില്ലടാ, ഓർമ്മയുണ്ട്. അമിത്, മൈ വൈഫ് വസു. ഹലോ മിസ്സസ് അബി. വസു, ഇത് അമിത്.
എല്ലാരും പാർട്ടി വേറല്ല വന്നിരിക്കുന്നേ. നിങ്ങൾ മാത്രം എന്താ സാരിയില്? പാർട്ടിയുടെ കാര്യം അഭി പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് സാരിയെ കുറച്ചൊരു കംഫർട്ട്. അപ്പോ ഫാഷൻ ഒന്നും ഇഷ്ടമല്ല അല്ലേ? മനസ്സിന് ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കുന്നതല്ലേ ഫാഷൻ. കംഫർട്ടിന് വെല്ലുന്ന കൾച്ചറൊന്നും ഉണ്ടാവണമെന്നില്ല. വാവ്, വെൽ സെറ്റ് വസുന്ധര. അഭിരാം ചെയ്യുന്ന ഇവന്റ്സ് എല്ലാം നല്ല ട്രഡീഷണൽ ആണ് വസുന്ധരെ. അഭിക്ക് ചേർന്ന ഒരാളെ തന്നെ കിട്ടുകയും ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റീയൂണിയന് ഫാമിലിയോടൊപ്പം വന്നിരിക്കുന്ന എല്ലാവർക്കും ഹാർട്ട്ലി വെൽക്കം. നമുക്ക് വേണ്ടി ഒരു സ്മോൾ മ്യൂസിക്കൽ നൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഡിന്നർ കഴിച്ചുകൊണ്ട് മ്യൂസിക്കൽ നൈറ്റ് ആസ്വദിക്കൂ. ഹാപ്പി ഡിന്നർ, ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ നൈറ്റ്. എല്ലാവർക്കും മ്യൂസിക്കൽ നൈറ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് മാത്രം ഇവളുടെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഹിമകണമലിയുന്നതോ